ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ആ ഒരു അപ്ഡേറ്റ് വേഫെയർ ഫിലിംസ് പുറത്തിറക്കി വിട്ടിരിക്കുകയാണ്. 11/11 വരുമെന്ന് പറഞ്ഞിട്ട് 12/12 എത്താൻ കഴിഞ്ഞത്. ചെറിയ ചില സാങ്കേതിക തടസ്സം. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഈ ഒരു സംഭവം ഞെട്ടിക്കുന്നത് തന്നെയാണ്. വേറെ ഒന്നുമല്ല വന്നിരുന്നത്. അതെ, ലോക ചാപ്റ്റർ 2 തുടങ്ങുന്നു എന്നുള്ള അപ്ഡേറ്റ്. അത് കണ്ടിരിക്കാൻ തന്നെ പലവട്ടം കാണാൻ തന്നെ കൊതിയാകുന്ന ഒരു സംഭവം. വേറെ ഒന്നുമല്ല, ദുൽഖറും അതുപോലെ തന്നെ ടോവിനോയും ഒരുമിച്ചുള്ള രംഗങ്ങൾ മാത്രം. പക്ഷേ അതൊരു ഒന്നൊന്നര സംഭവമാണ്. ഒരു ഫൺ എലിമെൻറ്റോടെ കൊണ്ടുപോകുന്ന ഈ ഒരു സംഭവം ലോക ചാപ്റ്റർ 2 അത് ആളിക്കത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇടയ്ക്ക് മറന്നു പോകരുത്. കാരണം അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെയാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബിയോണ്ട് മിത്സ്, ബിയോണ്ട് ലെജൻഡ്സ്, എ ന്യൂ ചാപ്റ്റർ ബിഗിൻസ്. ഓൾറെഡി ദുൽഖർ തന്നെ പറഞ്ഞിരിക്കുക സെക്കൻഡ് പാർട്ട് 2026 മാർച്ച് മാസത്തിന് മുമ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ തുടങ്ങും എന്നുള്ള കാര്യം. അതിനുള്ള തിരി തന്നെ കൊളുത്തി കഴിഞ്ഞിരിക്കുന്നു. സെക്കൻഡ് ചാപ്റ്ററിൽ ടൊവിനോ ആണ്, തേർഡ് ചാപ്റ്ററിൽ ദുൽഖറിനെ കുറിച്ചുണ്ട്. അങ്ങനത്തെ എല്ലാ സൂചനകളും ഇതിനകത്തിൽ തരുന്നു. ഫസ്റ്റ് ചാപ്റ്ററിൽ കള്ളിയങ്കാട്ട് നീലിയെക്കുറിച്ച് മൈ ഗേൾ എന്ന് പറയുമ്പോൾ ചാത്തനും അതേപോലെ ഒടിയനുമൊക്കെയുള്ള ഓരോരോ കാര്യങ്ങൾ ഇനി അങ്ങ് ആളിക്കത്താൻ പോകണം. ഇതാണ് നമുക്ക് വേണ്ടത്. മലയാള സിനിമയിലെ ഒരു ഫാൻറ്റസി എലിമെൻറ്റ്, ഫാൻറ്റസി ത്രില്ലർ, ഫാൻറ്റസി എലിമെൻ്റ് ആയിട്ട് മാറുകയാണ് ഈ ഒരു സിനിമ. എന്തുകൊണ്ട് ലോക 1 ഇത്രത്തോളം ഗംഭീരമായി എന്നുള്ളതിന് ചോദ്യത്തിൻ്റെ മറുപടിയായിരിക്കാം ഇനി വരുന്ന സീരീസ് എല്ലാം. ഇതേ ക്വാളിറ്റിയിൽ, ഇതിന് മുകളിലുള്ള ക്വാളിറ്റിയിലേക്ക് ആയിരിക്കും ഈ സിനിമ എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് തന്നെയാണ് ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്ന സെക്കൻഡ് ചാപ്റ്ററിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ടൊവിനോ ആയിരിക്കും പ്രധാന കഥാപാത്രം. ദുൽഖറും മൂത്തോനുമൊക്കെ ആയിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് അടിച്ച് പൊളിക്കാനുള്ള ഒരു സംഭവം തന്നെയായിരിക്കും. ഒരു പക്ഷേ ഈ സിനിമ 100 കോടി ആയോ എന്ന് ഒരാഴ്ച നോക്കിയിരുന്നെങ്കിൽ ആദ്യ ദിനത്തിന് മുന്നേ തന്നെ ഈ സിനിമ 100 കോടി അടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. തുടർച്ചയായി എല്ലാ 100 കോടി ഇൻഡസ്ട്രി ഹിറ്റ് സിനിമകളിലെയും പ്രധാന ഘടകമായി മാറുകയാണ് ടൊവിനോ എന്ന് തന്നെ പറയാം. അതെ, എന്തായാലും ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ, ഈ ഒരു ഒറ്റ ഗ്ലിംസി അല്ലെങ്കിൽ ഈ ഒരു ടീസർ പോലെയുള്ള ഈ ഒരു സംഭവം നമുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, അത്രത്തോളം ഗംഭീരമായിരിക്കുന്നു. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. കേരളത്തിലെ മുഴുവൻ തിയേറ്ററിലും ഈ സിനിമ തന്നെയായിരിക്കും ആദ്യ ദിനം തന്നെ 100 കോടിക്ക് മുകളിലടിക്കും. അത് കളക്ഷൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ക്വാളിറ്റി അതിഗംഭീരമായിരിക്കും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് വല്ലാതെ നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയായിരിക്കും. പ്രധാന വില്ലന്മാരെയും പ്രധാന നായകന്മാരെയൊക്കെ ഇടയിലൂടെ ഒന്ന് പറഞ്ഞു പോകുന്നെങ്കിലും അത് മനോഹരം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു ഇത് കണ്ടത്, ഈ അപ്ഡേറ്റ് കണ്ടത്? എന്തായാലും ഇച്ചിരി വൈകിയാണ് വന്നെങ്കിലും അതൊരു ഒന്നൊന്നര അപ്ഡേറ്റ് തന്നെയാണ്. ലോക ചാപ്റ്റർ തുടങ്ങുകയാണ്. അപ്പോൾ കാത്തിരിക്കുക, നമ്മൾ അടുത്ത വർഷം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി 2026 കേരളം തൂക്കുന്നത് ഈ ഒരു സിനിമ തന്നെയായിരിക്കും. യാതൊരു മാറ്റവുമില്ല. കൂടുതൽ മൂത്തോനും ഒക്കെയുള്ള ഒരു രീതി ഇതിനകത്തിൽ പ്രതീക്ഷിക്കുന്നു. അപ്പം മലയാളത്തിൻ്റെ മോഹൻലാലും ഈ ഒരു സിനിമയുടെ സീരീസായി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. മറ്റൊന്നുമല്ല, ഇത്ര വലിയ ബ്രഹ്മാണ്ഡ സിനിമ ഒരുങ്ങുമ്പോൾ മലയാളത്തിൻ്റെ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ അഴിഞ്ഞാടുന്നത് കാണാൻ നമുക്ക് കൊതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ എന്താണെങ്കിലും അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ദേ ലിവ് എമംഗ് അസ്, അത് തന്നെയാണ് പറയാനുള്ളത്.